ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കുരുക്കായി മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴി. പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതും തനിക്ക് പരിചയപ്പെടുത്തിയതും കണ്ഠരര് രാജീവരെന്ന് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നു. പാളികൾ ചെന്നൈയിലേക്ക് കൊടുത്തുവിടാൻ തന്ത്രിമാരാണ് അനുമതി നൽകിയത്. ആറന്മുളയിലെ തന്റെ വീട്ടിൽ പോറ്റി വരാറുണ്ടായിരുന്നുവെന്നും പത്മകുമാർ. പോറ്റി ശക്തനായത് തന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ബലത്തിലെന്നും അന്വേഷണ സംഘത്തിന് പത്മകുമാർ മൊഴി നൽകിയിരിക്കുന്നു. ഹരിമോഹനും ടി വി പ്രസാദും ചേരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഹരി. വെരി വെരി ഗുഡ് മോർണിംഗ് ടി വി പ്രസാദ്. ആദ്യ ചോദ്യം ഇതാണ്, കുരുക്ക് തന്ത്രിയിലേക്കും പോവുകയാണോ? തന്ത്രിക്ക് കുരുക്കായി മാറുന്നുണ്ടോ പത്മകുമാർ നൽകിയ മൊഴികൾ? ഹരി. അരുൺ, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും തന്ത്രിയാണോ അടുത്തത് മന്ത്രിയാണോ എന്നുള്ള ചോദ്യം കുറെ ദിവസങ്ങളായി ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ തന്ത്രിക്ക് തന്നെ ആദ്യ കുരുക്ക് വീണിരിക്കുന്നു എന്നുള്ളതാണ്. തന്ത്രിക്കെതിരെ ശക്തമായിട്ടുള്ള മൊഴിയാണ് പത്മകുമാർ നൽകിയതെന്നുള്ളതാണ് SITയുടെ വിലയിരുത്തൽ. ഇന്നലെ രാത്രിയിൽ ഉടനീളം നടന്ന ചോദ്യം ചെയ്യലിലാണ് പത്മകുമാറിന്റെ ഈ മൊഴി വരുന്നത്. അതായത് തന്ത്രി കണ്ഠരര് രാജീവരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് എന്ന നിർണായക മൊഴിയാണ് പത്മകുമാർ ഇന്നലെ SITക്ക് മുൻപിൽ നൽകിയത്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വെറും പരിചയമായിരുന്നില്ല ആ തന്ത്രിക്ക്, ശബരിമലയിലേക്ക് കൊണ്ടുവരാനുള്ളത്ര പരിചയമുണ്ടായിരുന്നു. ആ പരിചയത്തിന്റെ പുറത്താണ് താൻ അടുപ്പം തുടങ്ങിയത്, അല്ലെങ്കിൽ താൻ സൗഹൃദം തുടങ്ങിയത്. മാത്രമല്ല, തന്നെ പരിചയപ്പെടുത്തുന്നത് പോലും തന്ത്രി കണ്ഠരര് രാജീവരാണ്. ഈ പോറ്റിയെ പരിചയപ്പെടുത്തുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ തന്ത്രിയാണ് മുൻകൈയെടുത്തത് എന്നുള്ളതാണ് പത്മകുമാർ ഇന്നലെ ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, ശബരിമല തന്റെ ഭരണസമിതിക്ക് മുൻപ് തന്നെ പോറ്റിക്ക് ശബരിമലയിൽ സ്വാധീനമുണ്ടായിരുന്നു. അന്ന് ഉദ്യോഗസ്ഥർ, തന്ത്രി, ഭരണസമിതി ഒക്കെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട എല്ലാ പിന്തുണയും എല്ലാ തരത്തിലുള്ള സ്വാധീനവും നൽകിപ്പോന്നു. മാത്രമല്ല, ശബരിമലയിൽ ഏത് കാര്യത്തിനും ഇടപെടാനുള്ള ഒരു അധികാരം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്ന് ലഭിച്ചിരുന്നു. അത് തന്ത്രിയുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഭരണസമിതിയും തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നല്ല ബന്ധം പുലർത്തി പോകുന്നത്. വളരെ അടുത്ത ബന്ധം തന്നെ പുലർത്തുകയായിരുന്നു ഭരണസമിതി. അത് തന്റെ ഭരണസമിതിയുടെ ഭാഗത്ത് നിന്നല്ല അത് ആദ്യം തുടങ്ങിയത്. അതിനു മുൻപുള്ള ഭരണസമിതിയുടെ പക്കൽ നിന്നും ഇത്തരത്തിലുള്ള സമീപനം തന്നെയാണ് ഉണ്ടായതെന്ന് കൂടി പത്മകുമാർ ചൂണ്ടിക്കാണിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇന്നലെ തന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു മൊഴി എന്ന് പറയുന്നത്, ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ വേണ്ടിയുള്ള അനുമതി ദൈവഹിതം നോക്കി താൻ നൽകി. അത് തന്ത്രി സമ്മതിച്ചിരുന്നു. പക്ഷേ അത് സന്നിധാനത്ത് വെച്ച് അറ്റകുറ്റപ്പണി നടത്താൻ വേണ്ടിയുള്ള അനുമതി മാത്രമാണ് നൽകിയതെന്നുള്ളതായിരുന്നു അദ്ദേഹം ഇന്നലെ മൊഴി നൽകിയത്. പക്ഷേ അത് പൂർണ്ണമായും റദ്ദ് ചെയ്തുകൊണ്ടാണ് ഇന്നിപ്പോൾ പത്മകുമാറിന്റെ മൊഴി പുറത്തു വരുന്നത്. അതായത് ഈ പാളികൾ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി പുറത്തേക്ക് കൊണ്ടുപോകാൻ, അതും ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനുള്ള അനുമതി തന്ത്രിമാർ നൽകിയിരുന്നു. തന്ത്രി കണ്ഠരര് രാജീവര് തന്നെ നൽകിയിരുന്നു എന്നുള്ളതാണ് പത്മകുമാർ എടുത്തു പറയുന്നത്. കാരണം ഈ അനുമതി നൽകുന്ന സമയത്ത് എ പത്മകുമാറിന്റെ ഭരണസമിതി ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ പത്മകുമാറിന്റെ മൊഴി മുഖവിലക്കെടുക്കാതെ പോകാനാവില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല, അറ്റകുറ്റപ്പണി സന്നിധാനത്ത് വെച്ച് തന്നെ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്ത്രി എവിടെയും രേഖപ്പെടുത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ മൊഴിയാണ്. തന്ത്രിയെ വീണ്ടും വിളിപ്പിക്കേണ്ടി വരും എന്നുള്ളത് തന്നെ SIT പറയുകയാണ്. അതായത് ഇന്നലെ തന്ത്രി പറഞ്ഞിട്ടുള്ള എല്ലാ മൊഴികളിലും പ്രശ്നമുണ്ട്, എല്ലാ മൊഴികളിലും പൊരുത്തക്കേടുകളുണ്ട്. ആ മൊഴികളെ എല്ലാം റദ്ദ് ചെയ്തുകൊണ്ട് ഇന്ന് പത്മകുമാറിന്റെ മൊഴി പുറത്തു വരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട്. ഇനി തന്ത്രി രാജീവ് കണ്ഠരര് കൂടുതൽ വിശദീകരണം നൽകേണ്ടി വരും. അതായത് SIT തന്ത്രിയിലേക്ക് ഒരിക്കൽ കൂടി എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ പത്മകുമാർ കൊടുത്തിരിക്കുന്ന മൊഴിയാണ്. ബംഗളൂരുവിലെ ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിലടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പൂജാരിയാകുന്ന സമയത്ത് രാജീവ് കണ്ഠർക്ക് അതിലെന്തെങ്കിലും താല്പര്യമോ എന്തെങ്കിലും ബന്ധമോ ഉണ്ടായിരുന്നോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബംഗളൂരുവിൽ നിന്നും ശബരിമലയിലേക്ക് എത്തിക്കുന്നത് രാജീവ് കണ്ഠരോ മറ്റേതെങ്കിലും ആളുകളാണോ? മൂന്നാമത്തത്, ഈ വാജിവാഹനം കൊണ്ടുപോയതിനു പിന്നിലുള്ള ദുരൂഹതയും. ഈ 3 കാര്യങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തെ 2 കാര്യങ്ങൾ പത്മകുമാറിന്റെ മൊഴിയിലൂടെ SITക്ക് ഇപ്പോൾ വലിയ സംശയമായി മാറുന്നു. വീണ്ടും തന്ത്രി രാജീവ് കണ്ഠരരുടെ മൊഴിയെടുക്കാനുള്ള നീക്കമാണോ SIT നടത്തുന്നത്? വീണ്ടും മൊഴിയെടുക്കുമെന്ന് ഉറപ്പല്ലേ ഹരി? തീർച്ചയായിട്ടും തന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്താതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് SITയുടെ വിലയിരുത്തൽ. കാരണം ആദ്യ മൊഴി പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞുകൊണ്ട് പത്മകുമാറിന്റെ മൊഴി വന്നതോടുകൂടി തന്നെ തന്ത്രിയിൽ നിന്ന് ഇതിൽ വ്യക്തത തേടേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിൽ നടത്തിയ പ്രാഥമിക വിവരശേഖരണം പോലെ ആവില്ല രണ്ടാം ഘട്ടത്തിൽ നിന്നും SIT ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന് ഏത് രീതിയിൽ വേണമെന്നുള്ള കാര്യം ഇന്നിപ്പോൾ പത്മകുമാറിന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ച ശേഷം മാത്രമേ തീരുമാനിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അതായത് പത്മകുമാർ പറഞ്ഞ ഈ പാളികൾ കൈമാറുന്നതടക്കം, പോറ്റിയെ കൊണ്ടുവരുന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ തള്ളിക്കളയുക പത്മകുമാർ. ശബരിമലയിലേക്ക് കൊണ്ടുവന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ ഏറെക്കുറെ ഒരു സ്ഥിരീകരണത്തിലേക്ക് SITക്ക് എത്തേണ്ടതുണ്ട്. ഡിസംബർ 3 മുമ്പ് തന്നെ അക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തണം. അപ്പോൾ അതിനു മുൻപ് തന്ത്രിയെ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. അരുൺ.